കേരളത്തിൽ സഭ ഈ നിലപാടെടുക്കുന്നതിന് എന്താ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? കോടികളുടെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കേസ് ഇവിടെയുണ്ട്. അത് നമ്മൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കേസ് അതിൽ ചില്ലറക്കാരല്ല ഉള്ള പ്രതികളായിട്ടുള്ള കേട്ടോ. പ്രതിസ്ഥാനത്തിരിക്കുന്നത് ഏറ്റവും ഉന്നതരായിട്ടുള്ള സഭാപിതാക്കന്മാരാണ്, മെത്രാന്മാരാണ്. അപ്പോൾ അതോടുകൂടി അത് ED കേസാണ്. പല ഗുരുതര സ്വഭാവമുള്ള ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഏതാണ് 90 കോടിയോ മറ്റോ രൂപ 90 കോടി രൂപ മറ്റോ ഭൂമി ഇടപാടിൻ്റെ കേസാണ്. അപ്പോൾ ഇത് ഇവരുടെ തലയ്ക്ക് മേലുള്ള എന്താ നമ്മൾ പറയില്ല, ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങി നിൽപ്പാണ്. ഇത് എപ്പോൾ ഓണാക്കണം, എപ്പോൾ ഓഫാക്കണം, എപ്പോൾ സ്ലീപ്പ് മോഡിൽ വേണമെന്ന് ആർക്കറിയാം? അമിത്ഷായ്ക്ക് അറിയാം. അത് ഈ പറയുന്ന സഭാപിതാക്കന്മാർക്കും അറിയാം. ഇവരെന്തിനാണ് ഈ മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത്? അത് അവിടുന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. എന്താ ആ നിർദ്ദേശത്തിൻ്റെ കാരണം? കേരളത്തിൽ BJPയുടെ ഗെയിം പ്ലാൻ സിമ്പിളാണ്. BJP ഈ പറയുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ ഡെമോഗ്രഫി അതിനനുവദിക്കുന്നില്ല. അപ്പോൾ ഒരൊറ്റ സംഗതി ബാക്കിയുള്ളൂ, ഒരു ന്യൂനപക്ഷ സമൂഹത്തെ കൂടെ കൂട്ടണം. മുസ്ലിങ്ങളെ കിട്ടില്ല. BJPക്കോടൊപ്പം മുസ്ലിങ്ങൾ നിൽക്കില്ല. എത്ര അബ്ദുള്ളക്കുട്ടിയെ മുന്നിൽ വെച്ചാലും നിൽക്കില്ല. പിന്നെയുള്ള ഒരേ ഒരു സാധ്യത ആരാണ്? ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ്, ഒരു കോമ്പോസിഷൻ കൊണ്ടുവരാം. അതിന് പ്രചാരണവും ആശയപ്രചാരണവും മാത്രം മതിയാവില്ല. അതിന് BJPക്ക് കിട്ടിയ ഏറ്റവും മികച്ചൊരു ടൂളായിരുന്നത് ഈ ഭൂമി കുംഭകോണവും അതുമായി ബന്ധപ്പെട്ട കേസുകളും ED അന്വേഷണവും കാര്യങ്ങളൊക്കെ വിരട്ടി നിർത്തിയതാണ് കേട്ടോ, വിരട്ടി നിർത്തിയതാണ്. അപ്പോൾ സഭാപിതാക്കന്മാരുടെ മെത്രാന്മാരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി അവർ സമുദായത്തെ അങ്ങോട്ട് ഒറ്റുകൊടുക്കുകയായിരുന്നു, സമുദായത്തെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിന് സമുദായത്തെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നു. മാനസികമായി സമുദായത്തെ അതിനെ പ്രാപ്തമാക്കണം. അതിന് സമുദായത്തെ പ്രാപ്തമാക്കാൻ ഈ പ്രചാരണം എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ ചില ഘടകങ്ങൾ അതിന് ഫലം നൽകുകയും ചെയ്യും. ഈ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി, ഈ റബ്ബറിൻ്റെ വിലക്കുറവ്, ഈ യുവജനങ്ങളുടെ പ്രപ്പോർഷൻ കുറഞ്ഞത് കാരണം ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങൾ അനുഭവിക്കുന്നൊരു സമുദായമായി കേരളത്തിലെ കത്തോലിക്ക സമുദായം മാറിയിട്ടുണ്ട്. അപ്പോൾ ദൗർബല്യങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു സമുദായവും പ്രാഥമികമായി അവരുടെ ദൗർബല്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമായി ഒരു പുറം ശത്രുവിനെ കാണുക എന്നുള്ളതൊരു കോമൺ സൈക്കോളജിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ്? അവനാണ്, മറ്റവനാണെങ്കിൽ ഇച്ചിരി ഇതായി പുഷ്ടിപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ നിങ്ങളുടെ എല്ലാം പിടിച്ചു കൊണ്ടുപോവുകയാണ്. കാഞ്ഞിരപ്പള്ളി പിടിച്ചു, എരുമേലി പിടിച്ചു, പാലാ പിടിക്കാൻ പോകുന്നൊക്കെയുള്ള ഇങ്ങനെ തന്നെ എന്തൊരു യുദ്ധത്തിലുള്ള മുന്നേറ്റം വരെയാണ്. കാഞ്ഞിരപ്പള്ളി പിടിച്ചു, എരുമേലി പിടിച്ചു, പാലാ പിടിക്കാൻ പോകുന്നുവെന്ന് ഈ നിലക്ക് തന്നെയുള്ള പച്ചയായ ക്യാമ്പയിനുകളൊക്കെ നടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കേരള സ്റ്റോറിക്കകത്ത് കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഇടുക്കി രൂപതയാണ് തീരുമാനിക്കുന്നത്, ഇത് ഞങ്ങൾ സൗജന്യമായി പ്രദർശിപ്പിക്കാം. ഇവിടെയുള്ള ഇടതുപക്ഷവും കോൺഗ്രസും UDFും LDFും ഒരേപോലെ ഇവിടെയുള്ള സാമാന്യ ബുദ്ധിയുള്ള സകല മനുഷ്യരും ആ സിനിമയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ സൗജന്യമായി പ്രദർശിപ്പിക്കുന്ന ഇടുക്കി രൂപതയാണ് രംഗത്ത് വരുന്നത്. എന്തിനു വേണ്ടിയാണത്? ഏതെങ്കിലും നിലക്ക് ഒരു ക്രിസ്ത്യൻ താല്പര്യത്തെ സംരക്ഷിക്കുന്നതാണോ ആ സിനിമ? അങ്ങനെയല്ല. ഒരൊറ്റ താല്പര്യമേ, അത് മുസ്ലിം വിരുദ്ധത വർദ്ധിപ്പിക്കാൻ, അതിനെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഈ ഒരു ലൈനാണ് കേരളത്തിലെ ഇതിൽ പോകുന്നത്. അത് അവരാലോചിക്കട്ടെ എന്താണ് ഇതുമായിട്ട് പോയാൽ എത്ര കാലം. പക്ഷേ ഇതിലൊരു അടിസ്ഥാനപരമായൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു മെത്രാൻ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ക്ലിമിസ് ബാവ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ, മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗപ്പെടുത്തരുത്, അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. ഈ പ്രസ്താവനയിൽ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. കാരണം മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല, അത് ഉപയോഗപ്പെടുത്തുന്നതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? കാരണം ആ നിയമം നമ്മുടെ ഭരണഘടനയുടെ 3 അടിസ്ഥാന ഖണ്ഡികൾക്ക് വിരുദ്ധമാണോ? ഒന്ന് ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 21 എന്താണ് റൈറ്റ് ടു പ്രിവസി ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ. ഈ 3 അടിസ്ഥാന ഭരണഘടനയുടെ 3 അടിസ്ഥാന തത്വങ്ങൾക്ക് വളരെ പ്രകടമായി തന്നെ എതിരായിട്ടുള്ളതാണ് 12 സംസ്ഥാനങ്ങളിലെയും ആൻറ്റി കൺവേർഷൻ ലോ എന്ന് പറയുന്നത്. കാരണം ഒരു മതം സ്വീകരിക്കുക, ഒരു മതം തിരസ്കരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ മതവും തിരസ്കരിക്കുക, ഒരു മതവും സ്വീകരിക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് എന്താണ്? ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഭരണഘടന നൽകുന്ന അടിസ്ഥാന
അവകാശമാണ്. പിന്നെ ഉള്ളത് ഫ്രീഡം ഓഫ് ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ. അത് ഏത് മതവും പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണ്. ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നതിൽ ഈ നിയമത്തിലെ ഒരു തമാശ പ്രൊവിഷനാണത്. ഈ ഒരാൾ മതം മാറുമ്പോൾ ഇതിൽ പല സംസ്ഥാനങ്ങളും പല പ്രൊവിഷൻസാണുള്ളത്, പക്ഷേ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മതം മാറണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ചില സംസ്ഥാനത്ത് 30 ദിവസം മുമ്പ് അറിയിക്കണം, ചില സംസ്ഥാനത്ത് 60 ദിവസം മുമ്പ് അറിയിക്കണം. അങ്ങനെ അങ്ങേരുടെ അനുവാദം കിട്ടിയതിന് ശേഷം നോക്കൂ, ഒരാളുടെ റിലീജിയസ് സെലക്ഷൻ, റിലീജിയൻ ഒഴിവാക്കുക സ്വീകരിക്കുക ചെയ്യുന്നത് തീർത്തും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ പറയുന്ന ഒരു മൂന്നാം കക്ഷിയുടെ മുമ്പാകെ സർട്ടിഫൈ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ പരിശോധിക്കും. സകലരോടും ചോദിച്ച് ഇയാൾ സ്വയം നിലക്ക് മാറുകയാണെന്നൊക്കെയുള്ള പരിശോധന നടത്തും. ഇതാണ്, അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 എതിരാണെന്ന് പറയുന്നത്. ഈ പ്രൈവസിക്കും പേഴ്സണൽ ലിബർട്ടിക്കും എതിരാണെന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമത്തിലെല്ലാം ഉള്ളൊരു പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരാൾ നാറ്റീവ് റിലീജിയനിലേക്ക് മാറുകയാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. അതൊരു ഭയങ്കര തമാശയാണല്ലോ. നാറ്റീവ് റിലീജിയനിലേക്കാണ് ആൾ മാറുന്നതെങ്കിൽ ഈ പ്രൊവിഷൻസ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് നാറ്റീവ് റിലീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഹിന്ദു മതത്തിലേക്ക് എന്നാണ് പറയുന്നതിൻ്റെ മലയാളം. അപ്പോൾ ഇത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമങ്ങൾ അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. 2020 CJP ടീച്ചർ സെറ്റിൽവാദിൻ്റെ ഇതുണ്ടല്ലോ, സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന് പറയുന്ന സംഘടന, പിന്നെ ജമിയത്തുൽ ഉലമായ ഹിന്ദ്, പിന്നെ ഉത്തർപ്രദേശിലെ ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ അങ്ങാണ്ട് നടന്നൊരു പ്രണയത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ട് അവർ ഇങ്ങനെ ഈ നിയമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വെറ്റിങ്ങിന് വിധേയമാക്കണമെന്നും ഈ നിയമം മാറ്റണം എന്ന് പറഞ്ഞിട്ട് നിരവധി പെറ്റീഷൻസ് സുപ്രീം കോടതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു DY ചന്ദ്രചൂഡാന്ന് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന എല്ലാ പെറ്റീഷൻസിനെയും ഒറ്റ കേസാക്കി ഒരു ഫയലാക്കി മാറ്റി അത് പ്രൊസീഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെയും സുപ്രീം കോടതിയിൽ അതിൻ്റെ മറ്റ് നടപടി ക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുക എന്ന് പറയുന്ന സംഗതി മാത്രമേ നടന്നിട്ടുള്ളൂ. ആ നോട്ടീസുകൾക്ക് മറുപടി കിട്ടിയോ ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടായെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് ഈ ഛത്തീസ്ഗഡിലെ ഈ പ്രശ്നത്തെ മുൻനിർത്തി സഭ ചെയ്യേണ്ട ഒരു കാര്യം അടിസ്ഥാനപരമായി ഈ നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഈ നിയമങ്ങളെ 12 സംസ്ഥാനങ്ങളിലുള്ള മതപരിവർത്തന നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ അവർ മുന്നോട്ട് വരണം. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ട് അവർ ഏറ്റെടുക്കുകയും അതിനെ നിയമപരമായി നേരിടുകയും ചെയ്യും. ഈ കേസിൽ അവർ കക്ഷി ചേരട്ടെ. കാരണം ഈ നടത്തുന്ന പ്രത്യേകിച്ച് കന്യാസ്ത്രീകളും ക്രിസ്ത്യൻ ചാരിറ്റീസും നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളുണ്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ. അതിനെയെല്ലാം ഒരു ക്രിമിനൽ ഒഫൻസാക്കി മാറ്റാൻ പറ്റുന്ന വകുപ്പുകൾ എമ്പാടും ഈ നിയമത്തിലൊക്കെ ഉണ്ട്. അതിൽ തമാശ വെച്ചാൽ മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും നിയമം കർക്കശമായ നിയമമുണ്ട്. മധ്യപ്രദേശിലെ നിയമം 68 നിയമമാണെന്നാണ് BJPക്കാർ ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത്. ശരിയാണ്, 68 കോൺഗ്രസ് ഭരിക്കുമ്പോഴായ നിയമമാണ്. കോൺഗ്രസ് അല്ലാന്ന്, അത് തെറ്റാണ്. അവരല്ല 67 സംയുക്ത വിധായക് ദൾ എന്ന് പറയുന്ന ഒരു മുന്നണി കോൺഗ്രസിൽ പിളർന്നുപോയ കുറച്ച് ആൾക്കാർ അതിൽ ജനസംഘം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയമം ഉണ്ടല്ലോ 68 നിയമം 2013 2023 എനിക്ക് ഉറപ്പില്ല. അതിൽ വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ആ അമെൻമെൻറ്റിൽ മധ്യപ്രദേശിൽ കൊണ്ടുവന്നുള്ള അമെൻമെൻറ്റ്സിൽ ചിലത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ കേസ് കൊടുത്തു അത് വളരെ പ്രകടമായിട്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ ഈ നിയമത്തിൽ ചില പ്രൊവിഷൻസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഈ കേസിൻ്റെ കൂടെ ഈ ഒറ്റ ഫയലാക്കി മാറ്റിയിട്ടുണ്ട്. അന്ന് ഈ KCBC അല്ലെങ്കിൽ CBCI ഈ കേസിൽ കക്ഷി ചേരണം. അപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളിൽ സഭ ആത്മാർത്ഥമായിട്ടാണ് ആ പരിശ്രമം നടത്തിയെങ്കിൽ അവർ ഈ നിയമം 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുന്ന ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഈ നിയമത്തിനെതിരായ പോരാട്ടത്തിൽ സഭ പങ്കാളിയാകണമെന്നാണ് ഞാൻ പറയാം.